ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിലേക്കാണ്. 1.5 കൊല്ലം മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഒരു ദൃശ്യം വീണ്ടും കറങ്ങി തിരിഞ്ഞപ്പോൾ സജീവമായിട്ടുണ്ട്. പല ആളുകളും എൻ്റെ പേരതിൽ പരാമർശിക്കുന്നുകൊണ്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ചികിത്സാ സഹായത്തിന് വേണ്ടി പണപ്പിരിവിനായി എൻ ശ്രീകണ്ഠൻ നായർ ചാരിറ്റബിൾ സൊസൈറ്റി എന്നൊരു സംഘടനയുടെ പേരിൽ തട്ടിപ്പ് പിരിവ് നടത്തുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ഈ വിരുദ്ധന്മാർ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് എൻ്റെ പേരിലുള്ളതാണെന്ന് വ്യാജ അവകാശവാദമായിട്ടാണ് അന്ന് ഇറങ്ങിയത്. 1.5 കൊല്ലം മുമ്പ് ഈ വിഷയത്തിൽ തട്ടിപ്പുകാർക്കെതിരെ നിയമ നടപടി നമ്മൾ സ്വീകരിച്ചതാണ്. മാത്രമല്ല, എൻ്റെ പേരിൽ ഒരു ട്രസ്റ്റും നിലവിലില്ല. ഞാൻ ആരെയും പിരിക്കാൻ ഏൽപ്പിച്ചിട്ടുമില്ല. പണം പിരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, ഇങ്ങനെ പബ്ലിക്കായിട്ട് നമ്മൾ പൈസ കിട്ടോ ഇങ്ങനെ ചോദിച്ചൊരു പിരിവ് നടത്താൻ ഒരു കാരണവശാലും നമ്മളാരെയും അനുവദിക്കത്തുമില്ല. നമുക്ക് 24 കണക്റ്റിൻ്റെ ട്രസ്റ്റുണ്ട്. അത് ഫ്ലവേഴ്സ് ഫാമിലി ചാരിറ്റബിൾ ട്രസ്റ്റാണ്. അത് ഫ്ലവേഴ്സ് ചാനലിൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊരു കാര്യം ഞാൻ ആരെയും ഏൽപ്പിച്ചില്ല. ദയവായി പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. മാത്രമല്ല, എവിടെയോ ചെന്നപ്പോൾ ഒരു ഉദ്യോഗസ്ഥ 24ൻ്റെ ശ്രീകണ്ഠൻ നായരാണെന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചൊരു സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്താൽ നിങ്ങൾ പിരിച്ചോളാൻ. അങ്ങനെയൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് കേട്ടോ. ഇന്നത്തെ കാലമാണ്. ആരുടെയും പേര് പറയും. പ്രധാനമന്ത്രിയുടെ പേര് വരെ ആളുകൾ മിസ്യൂസ് ചെയ്തെന്ന് വരും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരം രേഖാമൂലമുള്ള ഡോക്യുമെൻറ്റുകൾ എഴുതി കൊടുക്കരുത്. ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ എല്ലാ ജാഗ്രതകളും പാലിക്കണം. നമുക്ക് പറ്റുന്ന നിയമ നടപടികൾ നമ്മൾ സ്വീകരിക്കും. ഒപ്പം നല്ലവരായ പ്രേക്ഷകരും ജാഗ്രത പുലർത്തണം. ഈ ആളുകൾ വേറെ രൂപത്തിലും ഇറങ്ങിയെന്ന് വരും. വ്യാജന്മാരുടെ കാലമല്ലേ ഇപ്പോൾ.